ഗായ്സ്, എല്ലാവർക്കും ഡയന വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പണ്ടൊക്കെ ഞാൻ എന്താ പറയുക, ഇങ്ങനെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വ്ളോഗ് തന്നെയായി. വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്നതും പുഴയിൽ പോകുന്നതും നമ്മുടെ ചുറ്റുപാടത്തുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു, എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ഈ ചെറിയ ലൈഫിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ ഇത് പിന്നെയെന്ന് ഞാൻ ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നു. പിന്നെ എപ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യം പിന്നത്തേക്ക് മാറ്റി വെക്കരുതെന്ന് അമ്മ പറയും. കാരണം എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ അപ്പം ചെയ്താലാണ് അതവിടെ ഇതാവുള്ളൂ. പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറന്നു പോകും, പിന്നെ നമ്മൾ ചെയ്യില്ല അല്ലേ. ആർക്കെങ്കിലും അനുഭവം ഉണ്ടാവുമോ? എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇനി പിന്നത്തേക്കൊന്നും ഞാൻ വെക്കുന്നില്ല. നമ്മുടെ എന്താ പറയുക, അനുഭവം. അതെ, എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഒരാളുടെ ലൈഫാകുമ്പം നല്ലതും ചീത്തയും വേണം അല്ലേ. നല്ലത് തന്നെയായ ബോറാണ്, ചീത്ത തന്നെയായാലും ബോറാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ, ഞങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ വളരെ മോശമായ സിറ്റുവേഷനാണ്. അപ്പോൾ അതിപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി. അതെല്ലാം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല, അത്ര വലിയ കാര്യങ്ങളാണ്. അപ്പോൾ അത് വഴിയെ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അതിനുള്ള സമയമൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വഴിയെ പറയാവേ. അപ്പം നമ്മുടെ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ സ്കൂൾ ലൈഫിൽ അനുഭവിച്ച ഒരു ബാഡായിട്ടുള്ള ഒരു അനുഭവമാണ് ഇത്. ആക്ച്വലി സ്കൂളിലല്ല സംഭവിക്കുന്നത്, പക്ഷേ എൻ്റെ സ്കൂളിലൊരു ഫ്രണ്ട് എനിക്ക് തന്ന ഒരു 8ൻ്റെ പണിയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഫ്രണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ അത്ര അവരെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ ചതിക്കുക എന്ന് പറയുന്നത്, കൂടുതൽ എൻ്റെ ലൈഫിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. നല്ലൊരു ഫ്രണ്ട് എന്ന് പറയാൻ മാത്രം ആരും ഉണ്ടായിട്ടില്ല. അവൻ നല്ലതാണല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും ആ സ്പോട്ടിൽ അവർ ചീത്തയാവാൻ വേണ്ടി അവരെന്തെങ്കിലും കാണിച്ച് കോടാകുള്ളിത്തരം കൊണ്ട് വരുന്നവർ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരു ലൈഫിൽ നമുക്കൊരു നല്ല ഫ്രണ്ടിനെ കിട്ടാന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതെ, തീർച്ചയായിട്ടും അതെ. ഞാൻ ഓർക്കും, എന്നെപ്പോലെ തന്നെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. നമ്മൾ സ്കൂളിലേക്കൊക്കെ ചേരാൻ ചെല്ലുന്ന സമയത്ത് നമ്മളോട് ഫസ്റ്റൊക്കെ വന്ന് ചിലരൊക്കെ മിണ്ടും. അപ്പം ഞാൻ ഓർക്കും, ഒരു നല്ല അടിപൊളി ഫ്രണ്ട്, എല്ലാ കട്ടയ്ക്ക് നിൽക്കുന്നൊക്കെ നമ്മളിങ്ങനെ ഓർക്കും. പക്ഷേ വരും ദിവസങ്ങളിലാണ് അവരുടെ സ്വഭാവവും അവരെങ്ങനെയാണ് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം അല്ലേ. അപ്പം ഇങ്ങനെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നൊരു അടിപൊളി അസല് പണീൻ്റെ കാര്യമാണ് ഗായ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി അവൾ ഈ വീഡിയോ മിക്കവാറും കാണുമായിരിക്കും. കണ്ടാലും ഞാൻ ആളുടെ പേര് ഞാൻ പറയില്ല. എന്തായാലും അത് കാണുന്ന അവൾക്ക് എന്തായാലും അവളെ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടാവാമെന്ന് മനസ്സിലാവും. കാരണം അവൾ മാത്രം എൻ്റെ ലൈഫിൽ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടുള്ളൂ. പലരും പല ടൈപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ചതിയൊന്നുമല്ല, പല ചതികളുണ്ട്. അപ്പം എന്നോട് എന്താ പറയുക, ഒരു ഫ്രണ്ടിനോട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഞാൻ ട്രാപ്പായെന്ന് പറയാൻ ഓർത്തിട്ടുണ്ടായിരുന്നു. സോ ഗായ്സ്, ലെറ്റ്സ് സ്റ്റാർട്ട് അല്ലേ. നമുക്ക് നമ്മുടെ കഥയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ ഗായ്സ്. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഇനി വേണോ, എൻ്റെ അനുഭവവും കാര്യങ്ങളൊക്കെ ഇടുന്നൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട്, കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. എപ്പോഴും വ്ളോഗ് തന്നെ പുറത്ത് പോവുക, വീട്ടിൽ വരിക, പുഴ കാണിക്കുക ഒക്കെ ആകുമ്പോൾ ബോറാവും. എൻ്റെ അനുഭവങ്ങളും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണ്ടേ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം. പിന്നെ എൻ്റെ അനുഭവം എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാതിരിക്കാൻ പറ്റില്ല, കാരണം നമ്മളൊരു ഫാമിലി അല്ലേ. സോ ഗായ്സ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മറ്റേ എൻ്റെ പുറത്ത് കൊതുകുണ്ടോ? ഒരൊറ്റ അടിക്ക് പുറത്ത് കൊതുകുണ്ടോ? എൻ്റെ വാവാറ്റേ, ഇവിടെ എന്നാറ്റിരുന്ന് കടിച്ച പിന്നെ ഒന്നിന് ഇവിടെ കൊതുകുണ്ട്. കൊതുകാണോ? അറിയില്ല. അയ്യോ 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 ഗായ്സ്, അപ്പോൾ നമ്മുടെ കഥയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇതെൻ്റെ +1 +2 ടൈമിലാണ് ഗായ്സ് ഈ ഒരു അനുഭവം എനിക്ക് സംഭവിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കൊമേഴ്സ് ആയിരുന്നു. അപ്പം എൻ്റെ ബാച്ചിലുള്ള മീൻസ് നമ്മുടെ ഹ്യൂമാനിറ്റീസിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലാതെ പുറമേ ഉള്ള ഒരുപാട് ഫ്രണ്ട്സ് നമുക്കുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ എനിക്ക് പുറമേ ഉള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു.
ക്ലാസ്സിലുള്ളവരെക്കാളും കൂടുതൽ മിണ്ടിയിട്ടുണ്ടുള്ളതും പുറമേ ഉള്ളവരോടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പുറമേ ഉള്ള ഫ്രണ്ട്സും ക്ലാസ്സിലുള്ള ഫ്രണ്ട്സും അല്ലേ, നമ്മളെല്ലാവരോടും. പിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, വായാടിയാണ് എന്ന് വെച്ച് എല്ലാവരും തലയിൽ കയറി നിരങ്ങുക അങ്ങനെയൊന്നുമില്ല. എന്നെ അടുത്തറിയുന്നവർക്കറിയാം ഞാൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം, മനസ്സിലായല്ലോ. അപ്പം ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ എന്നെ ഇങ്ങനെ ഭയങ്കര എനിക്ക് ഒരു പ്രൈവസി തോന്നുന്നവരുടെ അടുത്ത് മാത്രമാണ് ഞാൻ നല്ല ചില്ല ഔട്ടായിട്ട് നിൽക്കുകയുള്ളൂ. അല്ലാതെ എനിക്ക് എന്താ പറയുക, പേഴ്സണലി ഇഷ്ടമല്ലാത്ത ഒരാൾ മീൻസ് എന്താ പറയുക, നമ്മളോടധികം നമ്മൾ ചിരിച്ചാലും മോന്ത സീരിയസ് ആയി വെക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരോട് അധികം ഇതിനൊന്നും ഞാൻ നിൽക്കില്ല. കാരണം നമ്മളോട് അവർക്ക് താല്പര്യമില്ല. പിന്നെ നമ്മളെന്തിനാണ് അവരെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മളെ അതേ വൈബുള്ള എന്താ പറയുക, നമ്മളോട് ചിലപ്പോൾ അവർ സൈലൻ്റ് ആയിരിക്കും, ചിലപ്പോൾ അവർ വയലൻ്റ് ആയിരിക്കും. എങ്കിലും നമ്മളോട് മിണ്ടുന്ന നല്ല ഒരുപാട് ഫ്രണ്ട്സുകളെ നമുക്ക് ജസ്റ്റ് കാണുമ്പോൾ ഹായ് പറയുന്ന ഫ്രണ്ട്സ് വരെ ഉണ്ടല്ലേ. അപ്പം അങ്ങനെയൊക്കെ തരത്തിലുള്ള ഒരു ഫ്രണ്ട് എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ ഹ്യൂമാനിറ്റീസിൽ കേട്ടോ. അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല. നൗ ഇപ്പം നമ്മുടെ അവളിപ്പം എന്നെ റോൾ മോഡലാക്കിയാണ് നടക്കുന്നത്. അവൾക്ക് അന്നേരം ആഗ്രഹം ഉണ്ടായിരുന്നു മുടിയൊക്കെ മുറിച്ച് എന്നെ പോലെ ആക്കണം, വീട്ടിലെ പാരൻസ് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ എന്നെ പോലെ ഒരുപാട് കാതുകൾ, ഞാനിപ്പോൾ കാതിൽ കമ്മലൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ എന്നെ പോലെ കുറേ കാത് കുത്തണം, കമ്മലിടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. പക്ഷെ പാരൻസ് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ വിഷമം പറയുമായിരുന്നു. ഇപ്പോൾ പക്ഷേ എന്നെ പോലെയാണ് നടക്കുന്നത്. എന്നെ പോലെ ഹെയറൊക്കെ കട്ട് ചെയ്ത് കുറേ കാതൊക്കെ കുത്തിയൊക്കെയാണ് നടക്കുന്നത്. എന്നെ റോൾ മോഡലാക്കിയിട്ടാണ് നടക്കുന്നത്. പിന്നെ എന്താ പറയുക, ഞാൻ ആരുടെയും റോൾ മോഡലൊന്നുമല്ല, ഞാൻ എൻ്റെ റോൾ മോഡലാണ്. നമ്മൾ ഓരോ വെറൈറ്റികൾ ഇറക്കും, അത് നമ്മളെ റോൾ മോഡലായിട്ട് ഓരോരുത്തർ കൊണ്ടുവരും. എന്തായാലും നല്ല കാര്യമാണ്, ചേഞ്ചുകൾ എല്ലാവർക്കും വരുന്നത് മോസ്റ്റാണ്. അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ പറയാൻ വന്ന കാര്യമൊന്നുമല്ല. എനിക്കെൻ്റെ വായിലേക്കുള്ള പേര് പറയാം. അയ്യോ, ഇവളും ഞാനും നല്ല ഫ്രണ്ട്സായിരുന്നു കേട്ടോ. ഇൻ്റർവെൽ ടൈമിലൊക്കെ എൻ്റെ ക്ലാസ്സിലേക്ക് ഓടി വരും. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ അവരെ തട്ടിയിട്ടിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കും. അത് എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇഷ്ടമല്ലായിരുന്നു. അവർ പറയും, വേണ്ട നീ എന്തിനാ അവളുടെ കൂടെ ഇരിക്കുന്നത്, അവളോട് മിണ്ടണം, ഞങ്ങളോട് മിണ്ടും എന്നൊക്കെയുള്ള എന്നെ എൻ്റെ വലിച്ചുകൊണ്ട് പോകും, എന്നെ ഒളിപ്പിച്ചൊക്കെ വെക്കും. കാരണം അവളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ രാവിലെ സ്കൂളിൽ വരുന്ന സമയത്ത് എല്ലാവരും നമ്മളെ കാണുമല്ലോ. എന്നിട്ട് ഇവള് എൻ്റെ ക്ലാസ്സിലേക്ക് വന്ന് അവളുടെ ഫ്രണ്ട്സായിട്ട് എന്തൊക്കെയോ റഷുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇവള് കൂടുതൽ എന്നോടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ എന്നോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. ഈ പറഞ്ഞ ഇവളും എല്ലാവരോടും മിണ്ടിക്കൊണ്ട് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, ഇവളെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവളുടെ ഫ്രണ്ട്ഷിപ്പ് എനിക്കിഷ്ടമായി. അങ്ങനെ എന്താ പറയുക, തിരക്കേടില്ലാത്ത രീതിയിൽ ഫ്രണ്ടിലേക്ക് പോയി കേട്ടോ. നമ്മളോട് കാണുന്നു, മിണ്ടുന്നു, പറയുന്നു, നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയുന്നു, കുറേ ചിരിക്കുന്നു. എല്ലാവരിലേക്കാളും കൂടുതൽ ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില ഫ്രണ്ട്സിൻ്റെ ഭയങ്കര സീരിയസ് ആയ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ക്ലാസ്സിലായാലും. അങ്ങനെ ഇവള് നല്ലൊരു ഫ്രണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ കാര്യത്തിലാണ് ഓരോ എന്താ പറയുക ചീത്ത സ്വഭാവങ്ങളുള്ളത് അല്ലേ. അപ്പം ഇവളുടെ ലൈനിൻ്റെ ഒക്കെ കാര്യം വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. നമ്മൾ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മളാണോ അതെ അല്ലേ, നമ്മളതിന് വേണമെന്നോ വേണ്ടാന്നോ ഒന്നിനും ഞാൻ നിൽക്കാറില്ല. ഞാൻ ആരുടെയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ ഇടപെടാറില്ല. എന്നോട് വന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കും, അല്ലാതെ കുത്തി ചോദിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വന്ന് പറയുമ്പോൾ ഞാൻ ആണോ, ശരി, ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്ന് അവളുടെ ഒരു ലൈനിൻ്റെ കാര്യമൊക്കെ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ അവളുടെ ലൈനും അവളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറേ പ്രോബ്ലംസ് ഒക്കെ അവൾ വലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചിരിച്ചുകൊണ്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ഞാനത് കേട്ടപ്പോൾ ഞെട്ടി. എങ്ങനെ സാധിക്കുന്നു, കഴിവ് തന്നെ. അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്, അവർ ഓരോരുത്തരെ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാതിരിക്കുന്നതൊക്കെ. പക്ഷേ കുഴി പോയി ചാടിക്കഴിഞ്ഞാൽ അവരെന്നെ വിടുക. പക്ഷേ ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളെയും കൂടി കുഴി ചാടിക്കാൻ നോക്കുന്നവരുണ്ട്. അവരിങ്ങനെ ഓരോരുത്തരെ വലിച്ചു വെച്ചിട്ട് നമ്മളെയും കൂടി അതിനകത്തേക്ക് വലിച്ച് പിടിച്ചിടുന്ന സ്വഭാവമുള്ളവരുണ്ട്. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും പോലും ഉണ്ടാവില്ല. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ ഇതൊക്കെ വന്ന് പറയുമ്പം ഞാൻ അധികം റിപ്ലൈക്ക് നിൽക്കില്ലായിരുന്നു. വിഷയം ഞാൻ മാറ്റിവിടും. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നിൽക്കുന്നതും എനിക്കിഷ്ടമല്ല. എൻ്റെ ഫ്രണ്ട്സ് തന്നെ അങ്ങനെ നിൽക്കുവാണെങ്കിൽ ഞാൻ നൈസിൽ അതിനകത്ത് നിന്ന് സ്കിപ്പായിട്ട് വരും. കാരണം എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല. എന്നിട്ടുണ്ടെങ്കിൽ ഒരു താല്പര്യവും ഇല്ല. അങ്ങനെ നമ്മുടെ കൽപ്പറ്റയില്ലേ, നമ്മുടെ കൽപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫ്ലവർ ഷോ വരുവാണ് കേട്ടോ. ഫ്ലവർ ഷോ വന്നപ്പം നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു.
കുട്ടികൾക്കൊക്കെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമുക്ക് ടിക്കറ്റ് തന്നു കേട്ടോ, ടിക്കറ്റ് ഫ്രീ ആയിരുന്നു കുട്ടികൾക്ക്. അങ്ങനെ ടിക്കറ്റ് സാറ് ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും തന്നു. അപ്പോൾ എനിക്ക് ഒരു ടിക്കറ്റും കൂടി എനിക്ക് എക്സ്ട്രാ എൻ്റെ വേറൊരു ഫ്രണ്ട് അവൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സൂക്ഷിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കിട്ടിയ ടിക്കറ്റും കൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും, എൻ്റെ ക്ലാസ്സിലുള്ള കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഷോർട്സ് എൻ്റെ യൂട്യൂബ് ചാനലിൽ മുമ്പ് ഞാൻ ആദ്യമായിട്ടിടുന്ന ഷോർട്സുകളിനകത്ത് അതുമുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്താൽ മനസ്സിലാവും കേട്ടോ. ഷോർട്സ് ആണേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലവർ ഷോയ്ക്കൊക്കെ പോയി. ഞങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങളൊരു 5, 8, 9, 10 പേരെ, 10 പേരില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഏകദേശം അത്ര ഒരു ആൾക്കാർ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു, വൈബായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എന്നോട് ഇവള് പറയുകയാണ്, ഒരു ദിവസം ഞായറാഴ്ചയാണോ തിങ്കളാഴ്ച ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അന്ന് എന്തോ ലീവായിരുന്നു. അപ്പം എന്നോട് ഇവള് അന്ന് ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറയാ, എടാ നമുക്ക് നാളെ എങ്ങോട്ടെങ്കിലും വെറുതെ കറങ്ങാൻ പോയാലോ, നീ റെഡിയാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഓർത്തു പോയാലോ, കുഴപ്പമില്ലായിരിക്കും. അപ്പം ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും വീട്ടിൽ പറയാതെ ഒരു കാര്യം ചെയ്യില്ല. ഞാൻ ശരിക്കും തുറന്ന പുസ്തകമാണ്. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ വീട്ടുകാർക്കും അറിയാം. അത് മാത്രമല്ല, എനിക്ക് എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ എനിക്ക് പറയാതെ എനിക്കൊരു സമാധാനമില്ല. അതുകൊണ്ട് എല്ലാ കാര്യവും എൻ്റെ വീട്ടിൽ ഞാൻ പറയും. അതുകൊണ്ട് തന്നെ നട്ടത് തൊട്ട് മുളച്ചത് വരെ എന്ന് പറയില്ല, അതുപോലെ എല്ലാ കാര്യങ്ങളും തൊണ്ട് പൊളിച്ച് ഞാൻ പറയും കേട്ടോ. ഇപ്പം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറന്നുപോയാൽ പിന്നെ അത് ഓർത്തെടുത്തിട്ട് ഞാൻ പറയും. ചിലപ്പോൾ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഓർമ്മ വരിക, ചിലപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും, അപ്പം തന്നെ പറയാം, അല്ലേ പിന്നെ മറന്നു. അങ്ങനെ ഇവള് വിളിച്ച കാര്യമൊക്കെ എല്ലാവരും കേൾക്കുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ മമ്മയൊക്കെ ആയിട്ട് ആലോചിച്ചു, പോണോ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങൾ ഓർത്തു എന്നാൽ പോകാം. അപ്പം എവിടേക്കാന്ന് പ്ലാൻ ചെയ്യല്ലേ. അപ്പം ഓർത്തു എൻ്റെ അടുത്ത് എക്സ്ട്രാ ഒരു ടിക്കറ്റ് ഉണ്ട്, ഫ്ലവർ ഷോയ്ക്ക് പോയാലോ എന്ന് ഓർത്തു. അപ്പോൾ അതിന് പോകുമ്പോൾ ഇവളുടെ അടുത്തൊരു ടിക്കറ്റ് ഇല്ല. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ സാരല്ലടാ, ഞാൻ എക്സ്ട്രാ ഒരു 50 രൂപ എങ്ങാനും എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ 50 രൂപയായിരുന്നു തോന്നുന്നു ടിക്കറ്റിനല്ലേ. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. നമുക്ക് അവളുടെ ഫ്ലവർ ഷോയ്ക്ക് പോകാമെന്നുള്ള വ്യാജേന അവൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു, ഓക്കേടാ നമുക്കെന്നാൽ ഫ്ലവർ ഷോയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ വേറൊരു ഫ്രണ്ടിനെ ഞാൻ വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞുടാ, എന്നോട് ഇവളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പോവാമെന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എടാ അവൻ എന്നോട് പക്ഷേ ലാസ്റ്റ് സ്കൂളുള്ള ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു സ്ഥലത്ത് വെറുതെ കറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കാര്യം അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എടാ നീ അവളുടെ കൂടെ പോകാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ചോദിച്ചു, എടാ അതെന്താ? എടാ നമുക്ക് ഒരുമിച്ച് പോവാം, നീ അവളുടെ കൂടെ വെറുതെ പോകാൻ നിൽക്കണ്ട, എന്താ ഉണ്ടാവുന്നൊന്നും അവൻ എന്നോട് പറഞ്ഞില്ല. അവളുടെ കൂടെ പോകാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞുള്ളൂ. നിൽക്കണ്ട, നമുക്ക് ഒരുമിച്ച് അവളെ കൂടി കൂട്ടി നമുക്ക് ഒരുമിച്ച് വേറൊരു ദിവസം പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവളോട് ഓക്കെ പറഞ്ഞു, എടാ എന്ത് ചെയ്യും ചോദിച്ചു. പറഞ്ഞു, എന്നാൽ നീ പോയിട്ട് പോരെ, എന്തായാലും ഞാൻ വരുന്നില്ല, നീ പോയിട്ട് പോരേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് പിറ്റേ ദിവസം രാവിലെ അടിപൊളിയായി ഒരുങ്ങി എങ്ങോട്ടേക്കാണ് പോവാണ്. അങ്ങനെ ഞാൻ ഇവിടെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു, ബസ് കയറി ബസ് സ്റ്റാൻഡിലെത്തി കഴിഞ്ഞ് ഞാൻ ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇവളെ എന്നിട്ട് ഇവൾക്ക് ഫോണില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഫോൺ വീട്ടിൽ പിടിച്ചു വെച്ചു. കാരണം വീട്ടുകാർക്കുള്ള സ്വഭാവം ശരിക്കും അറിയുന്നതുകൊണ്ട് അവളുടെ ഫോണൊക്കെ പിടിച്ചു വെച്ചേക്കുവാണ്. അങ്ങനെ ഞാൻ ഇവളെ വിളിച്ചാൽ കിട്ടില്ലല്ലോ. ഞാൻ കുറേ നേരം പോന്നിട്ട് ആളെ കാണുന്നില്ല. എന്നിട്ട് ഞാൻ കുറച്ച് നേരം കൂടി ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിന്നപ്പം എൻ്റെ ജൂനിയർ ആയിട്ടുള്ള കുറച്ച് പിള്ളേർ അവിടെ വന്നിട്ട് എന്നോട് മിണ്ടിയിട്ട് പോയി, എവിടേക്കാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ആടാ ഞാൻ ഫ്ലവർ ഷോയ്ക്ക് പോവാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ പിള്ളേർ വന്ന് അവർ പോയി. എന്നിട്ട് ഇവളെ കാണുന്നില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും അവളുണ്ട് അങ്ങനെ ദൂരെ നിന്ന് ഓടി വന്ന് എന്നെ വേഗം വന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഇവള് പറഞ്ഞു, എടാ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ, ഫ്ലവർ ഷോയ്ക്ക് എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഓർത്തു, എൻ്റെ ടൈം ഇതൊന്നും ഇങ്ങനെ ഡിസിഷൻ മാറുന്ന അതിനാന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ഓർത്തു, ഇനി ഇവൾക്ക് വേറെ വല്ല പ്ലാൻ ഉണ്ടോയെന്നൊക്കെ. നമുക്ക് ആരെയും ഈ കാലത്തിൽ നമുക്ക് ഒരുത്തരെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഞാൻ ഓർത്തു, വേണ്ട, ഞാൻ ടിക്കറ്റും എടുത്തു, വേറെ പൈസ ഒന്നും എടുത്തില്ല, വണ്ടിക്കൂലി ഉള്ളൂ, പിന്നെ നമുക്ക് വല്ല ഐസ്ക്രീം അങ്ങനെ കഴിക്കാനുള്ള പൈസയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, നമുക്ക് പോയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവള് പറഞ്ഞു, എന്നാൽ ശരി സാരല്ലടാ നമുക്കെന്നാ പോവാന്ന് പറഞ്ഞിട്ട് അടുത്ത ബസ് വന്നു ബസ്സിൽ കയറി. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു, എടാ ഒന്ന് ഫോണ് തരുമോ, ഞാനൊന്ന് ഒരു കോൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു.
അപ്പം ഞാൻ ആരെ എന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾ അങ്ങനെ അത്രയ്ക്കും തിക്ക ഫ്രണ്ട്സ് ഒന്നും അല്ല, പക്ഷെ ഫ്രണ്ട്സാണ്, ആ ഒരു രീതിയിലാണ് കേട്ടോ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പറയും ഞങ്ങൾ ശർക്കരയും തേങ്ങയെന്ന് പറയും. അതേപോലെ ഭയങ്കര തിക്ക് ഫ്രണ്ട്സിനെ പോലെ കാണുന്നവർക്ക് തോന്നുള്ളൂ. അങ്ങനെ ഞാൻ ഇവർക്ക് ഫോണ് അവൾക്ക് ആരെയും വിളിക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോഴേക്കും ഇവള് വിളിച്ചിട്ട് ഫോണിൽ പറയാ, എടാ ഞങ്ങൾ ഫ്ലവർ ഷോയ്ക്ക് വരുന്നുണ്ട്, നീ അങ്ങോട്ട് വരില്ലേ, ഞാനും. അപ്പോൾ അതിനകത്തുനിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് ആരൊക്കെയാ വരുന്നേ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് വരുന്നത്, ഞങ്ങൾ ഫ്ലവർ ഷോയ്ക്ക് ഉണ്ട്. എന്നിട്ട് ഇവർ രണ്ടും കൂടെ അങ്ങോട്ട് വാഗ്വാദം പോലെ, ഒരു അടി പോലെയൊക്കെ. അപ്പോൾ തന്നെ എൻ്റെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഇപ്പോൾ ആരെയും വിളിച്ചതെന്ന് ചോദിച്ചു. അതെൻ്റെ അവനില്ലേ, ഞാൻ പിണങ്ങിയിരിക്കുന്നില്ലേ. അതായത് ഇവളുടെ വീട്ടിൽ പൊക്കിയിട്ട് ഒരാളെ, അവളുടെ ലൈൻ എന്ന് പറഞ്ഞല്ലോ, പൊക്കിയിട്ട് പ്രശ്നമായിരിക്കുന്നവനെ എൻ്റെ ഫോണിൽ നിന്ന് അവൾ വിളിച്ചിട്ട് ഫ്ലവർ ഷോയ്ക്ക് വരാൻ വേണ്ടി നിർബന്ധിതനാക്കി. അതായത് ഇവർ വെൽ പ്ലാൻഡ് ആയിരുന്നു. എൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇവർ നാടകം കളിക്കുമായിരുന്നു. അതായത് ഇയാൾ ഓൾറെഡി അവിടെ വരുമായിരുന്നു. എനിക്കത് പിന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അയാളൊക്കെ വന്നാൽ എന്താ ചെയ്യാ, ഞാനങ്ങനെ ചോദിച്ചുള്ളൂ. പിന്നെ അവൾ അതിനൊന്നും മിണ്ടിയില്ല കേട്ടോ. ഇത് കുറച്ച് നേരം അവിടെ എത്തിക്കഴിഞ്ഞു. അവിടെ കൽപ്പറ്റ എത്തി. ഞങ്ങൾ ഇറങ്ങിയിട്ട് ഫ്ലവർ ഷോൻ്റെ സ്ഥലത്തേക്ക് ഞങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്നോട് ഫോൺ ചോദിച്ചു. ഞാൻ അപ്പോഴും വിളിച്ചോട്ട് ഇവള് പറഞ്ഞു, എടാ ഞങ്ങൾ എത്തി. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ഒരു പ്രാവശ്യം കൂടി ഫോൺ ചോദിച്ചായിരുന്നു. ഇവർ ഫോൺ വിളിച്ചിട്ട് അതിനകത്ത് കൂടി ഇവർ അടി കൂടുതലാട്ടോ പരിപാടി. എന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ എത്തി, ഞങ്ങൾ നടന്ന് അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. എന്നിട്ട് പക്ഷെ എനിക്ക് അവളോടൊന്ന് എന്താ പറയുക, നീ ആരെ വിളിക്കുന്നേ, അല്ല നീ എന്തിനാ വിളിക്കുന്നേ, എന്തിനാ നമ്മൾ വരുന്നിടത്തേക്ക് അവൻ എന്തിനാന്നൊന്നും ചോദിക്കാനുള്ളൊരിത് ഇതെനിക്ക് വന്നില്ല. അല്ലെ തന്നെ അപ്പം തന്നെ എനിക്ക് പറയാമായിരുന്നു, നീ ആരെ വിളിച്ചത്, നിൻ്റെ അല്ല എന്നെയാണോ, ഞാനൊന്നുമില്ല തിരിച്ചു പോവാന്നെങ്കിലും എനിക്ക് പറയാമായിരുന്നു. പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല. എന്താ സംഭവിക്കുന്നത് അറിയാതെ ഞാൻ അവളുടെ കൂടെ തന്നെ പോയിട്ടോ. അയ്യോ എനിക്ക് കേൾക്കണേ. എന്നിട്ട് ഞങ്ങൾ വഴിക്ക് പോയി. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഷോർട്ട് കട്ട് ചാടിയാണ് പോകുന്നത്. പക്ഷെ ഷോർട്ട് കട്ട് ചാടിയിട്ട് ഷോർട്ട് കട്ട് തെറ്റിപ്പോയിട്ട് പിന്നെ വഴിക്കുള്ള ആരോടൊക്കെയോ വഴി ചോദിച്ചിട്ട് വഴിക്ക് കയറി. അങ്ങനെ ഷോർട്ട് കട്ട് ചാടി ഞങ്ങൾ ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്ത് എത്തി. കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി കുറേ ഫ്ലവേഴ്സൊക്കെ കണ്ടു. പിന്നെ എന്താ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ മോതിരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ അടുത്ത് ആ മോതിരം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇത്രയും വലിയ പണിയൊന്നും ഒരാളെ ഞാൻ ഒരിക്കലും ഓർമ്മ തന്നെ ധാരാളമാണ് കേട്ടോ. എന്നിട്ട് ആ റിങ് ഞാനാ വാങ്ങിക്കൊടുത്തത് കേട്ടോ. ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്തു, ഞാനും വാങ്ങി വരണം. ഈ കയ്യിൽ ഇങ്ങനെ ഫുള്ളായിട്ട് വരുന്നത് അടിപൊളി ഒരു റിങ്. എന്നിട്ട് ആ ഫ്ലവർ ഷോയ്ക്ക് ഒരുപാട് ഇതല്ലേ ഗൈസ്, അതിൻ്റെ പേരെന്താ, ഈ കുറേ മിഠായിയും എന്നാ വർക്ക്ഷോപ്പ് എന്നൊക്കെ വായിൽ വരുന്നത്, എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എക്സിബിഷനിലും അറിയാലോ, മിഠായികളുണ്ടാവും, ചെടിത്തൈകളുണ്ടാവും, തൈലുണ്ടാവും, തേങ്ങ, മാങ്ങ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവില്ലേ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ മോതിരം വാങ്ങിയത്. എന്നിട്ട് ഞങ്ങൾ മോതിരമൊക്കെ ഇട്ട്, മോതിരം ഞങ്ങൾ കയ്യിൽ നിന്ന് കഴിച്ചില്ല, ഞങ്ങൾ മോതിരം ഇട്ടുകൊണ്ടിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ പൂക്കൾ പിന്നെയും കാണുന്ന സ്ഥലത്തെത്തി. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ സയൻസിന് പഠിപ്പിക്കുന്ന ഒരു മിസ് ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങളെ കണ്ടിട്ട് ഓടി ഞങ്ങളോട് മിണ്ടി, ഞങ്ങളിവിടെ സെൽഫിയും ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾക്ക് 100 രൂപ തന്നു ടീച്ചർ, ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുമോ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ടീച്ചറെയൊക്കെ കാണുമ്പോൾ ഇവൾക്ക് കയ്യിലെടുക്കാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ടീച്ചറെ അവളൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഇപ്പോഴും ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ടീച്ചറെ കണ്ടു, ടീച്ചറുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഭയങ്കരമായിട്ട് കുറേ മിണ്ടി. ഇപ്പോൾ ടീച്ചർ ക്യാഷ് തന്നു. നമ്മൾ പിന്നെ ആ ക്യാഷിന് ഐസ്ക്രീം വാങ്ങി കഴിച്ചു. അങ്ങനെയാണ് ഇനിയാട്ടോ നമ്മുടെ ട്വിസ്റ്റ്, കഥയിലെ മെയിൻ ട്വിസ്റ്റ് വരാൻ പോകുന്ന ഇനിയാണ്. ഞങ്ങളങ്ങനെ കുറേ കുതിരയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, എന്തൊക്കെയോ ഉണ്ടായിരുന്നു, നമ്മുടെ ഈ പൂപ്പൊലീൻ്റെ ചെറിയ പൂപ്പൊലി. എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞപ്പം എൻ്റെ ഫോൺ ഇടയ്ക്കിടയ്ക്കിരുന്ന് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ എന്താക്കി, ഫോൺ ആദ്യം റിങ് ചെയ്യപ്പോൾ ഇവളെൻ്റെ അടുത്ത് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് വിളിച്ചിട്ട് ഞങ്ങളിതിൻ്റെ ഉള്ളിലുള്ളത് ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം എനിക്കത് മനസ്സിലായിട്ട് ഞാൻ എന്താക്കി, ഫോൺ സൈലൻറ്റിലിട്ടു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴൊക്കെ ഫോണ് എന്ന് പറഞ്ഞിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചു, നിൻ്റെ ഫോണാണോ അടിക്കുന്നതെന്ന് ചോദിച്ചു. കഷ്ടകാലം. എന്നിട്ട് എനിക്ക് പിന്നെ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എന്നിട്ട് ഞാൻ ഫോൺ കൊടുത്തിട്ട് ഇവിടെ പറഞ്ഞു, ഞങ്ങളിതേ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പുറത്തിറങ്ങി ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കര എൻ്റെ ഹൃദയം പൊട്ടുക. ഞാനാണെങ്കിൽ അമ്മേനെ വിളിച്ചിട്ട് ഇയാൾ ഏതാ, ഇയാൾ വരുമോ, ഒന്നും ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് ഒരു അറിവുമില്ല. ഓക്കെ,
എന്നിട്ട് പുറത്തിറങ്ങി ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ ഡ്യൂക്കിലാന്ന് തോന്നുന്നു, ഡ്യൂക്കാണോ R1 ആണോ എന്നറിയില്ല, ഡ്യൂക്കാന്ന് തോന്നുന്നുണ്ട്. ഡ്യൂക്കിൽ വന്നിട്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് ഫുള്ള് ഇങ്ങനെ മാസ്ക് ചെയ്തിട്ട് ജാക്കറ്റൊക്കെ ഇട്ട് ഒരു വലിയ ജാമ്പവാൻ വലിയ ഹൈറ്റുള്ള, അല്ലെങ്കിൽ ഇവളുടെ ലൈനിനെ പറ്റി എൻ്റെ അടുത്ത് ഭയങ്കര കേമം പറയുമായിരുന്നു. കേമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ ലൈനിനെ ഇവള് തന്നെ വിളിക്കുന്ന പേരും മാത്രമല്ല ഇവർ രണ്ടും വേറെ 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 ജാതികളാണ്. അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിലൊട്ടും സമ്മതിക്കില്ല എന്ന് പറയുമായിരുന്നു, 2 കാസ്റ്റുകളായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ പാരൻസിന് തീരെ താല്പര്യമില്ല. മാത്രമല്ല ഇതിപ്പം എന്താ പറയുക, പഠിക്കുന്ന പ്രായമാണല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉടായ്പ പണികൾ കുറേ ഇഷ്ടംപോലെ ഒപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നെയും കൂടി കൂട്ടി വിളിച്ചിട്ടാണ്. എനിക്കിതിനെപ്പറ്റി ഒരു അറിവും ഇല്ലായിരുന്നു. ഒരു അറിവും ഇല്ലാത്ത എന്നെയാണ് ഇതിനാക്കി പിടിച്ചിട്ട് വലിച്ചിട്ടത് കേട്ടോ. കാരണം അവളുടെ വീട്ടിൽ ആ ചെക്കനെ പിടിച്ചിട്ട് പൊക്കിയിട്ട് ഇവളും അവനും കൂടി കാണാതെ ഇരിക്കുക, എന്താ പറയുക, ഇനി ഒരിക്കലും ഒരു കോണ്ടാക്റ്റും വേണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന സമയത്താണ് ഇവൾ എന്നെ ഒരു കരുവാക്കിയിട്ട് അയാളെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തിക്കുന്നത്. അതെനിക്ക് ലാസ്റ്റാണ് മനസ്സിലാവുന്നത്. ഞങ്ങളങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഹോണും അടിച്ചിട്ട് ഇവൻ വന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൽ ബൈക്ക് നിർത്തി. കണ്ടപാടെ ഇവള് ചാടിക്കറി അവൻ്റെ നെഞ്ചത്തേക്ക്. ഞാനിതൊക്കെ കണ്ടിങ്ങനെ വാ വിളിച്ച് നിൽക്കുക. കാരണം എൻ്റെ കൂടെ വന്ന ഒരാൾ ഏതോ ഒരു ചെക്കനെ കണ്ട് അതിൻ്റെ അടുത്തേക്ക് ചാടിപ്പോയി. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ എല്ലാവരും കുറ്റം പറയുള്ളൂ, മനസ്സിലായില്ലേ? എന്നിട്ട് ഈ ചെക്കൻ വേഗം വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇവളോട് വന്നടി. ഇവളും അവനും കൂടി അവിടെ റോട്ടിൽ നിന്നിട്ട് അടിയാ, പൂരടി. ഞാനിത് കണ്ടിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയാതായി പോയിട്ടോ. ഞാൻ വേഗം അമ്മേനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മ ഇവള് ഒരു ചെക്കനെ വിളിച്ചു വരുത്തി ആകെ പ്രശ്നമാക്കിയിട്ട് എന്നെയും കൂടി ട്രാപ്പിലാക്കുന്നത്. ഇത് കേട്ട പാടെ പിന്നെ പറയണോ, വീട്ടിൽ നിന്ന് അമ്മച്ചിയും കൂടി കിടന്ന് ഒച്ചയിട്ടിട്ട് വഴക്ക് പറഞ്ഞിട്ട് എനിക്കൊന്നും പിന്നെ മമ്മ ദേഷ്യപ്പെട്ട പിന്നെ പറയണ്ടത്. ഭദ്രകാളി ഒന്നുമല്ല ഗൈസ്. മമ്മ നിന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി ഒന്നും പറയണ്ടേ. ഇവർ രണ്ടും കൂടി പറഞ്ഞു, എടാ മര്യാദക്ക് നീ വീട്ടിലേക്ക് വന്നോ, എനിക്ക് വേറെ ഒന്നും അറിയണ്ട, വീട്ടിലേക്ക് വന്നോളാൻ പറഞ്ഞു. ഞാൻ വേഗം ഫോണ് കട്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു, എടാ ഞാൻ പോവാ, നീ പോരെ, നീ അല്ല എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല നീ പോയിക്കോ, ഞാൻ ഇവൻ്റെ കൂടെ വന്നോളാന്ന്. ഞാനെന്താ ചെയ്യാമെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോഴേക്ക് ഈ ചെക്കൻ അവിടെ വന്നിട്ട് എന്നോട് പറയാ, എടി 1 മിനിറ്റ് നിക്കടി. എന്നോട് പറയാ, എടി 1 മിനിറ്റ് നിക്കടി, ഞാനിപ്പോൾ ഇവിടെ വിടാം, നിൽക്കുന്ന എന്നോട് പറയാം. ഇവനാരാ എന്നോട് പറയാൻ? ഞാനെന്നിട്ട് ഓർത്ത്, ദൈവമേ നിങ്ങൾ രണ്ടും കൂടി വല്ല പണി ഒപ്പിച്ച് വല്ലതും ആയിക്കഴിഞ്ഞാൽ എനിക്കിരിക്കലേ കുറ്റം. കാരണം ഞാനാണ് ഏക ഒരു സാക്ഷി എന്ന് പറയുന്നത് ഇതിനൊക്കെ. അവളുടെ വീട്ടിൽ നിന്ന് വിലക്കി വെച്ചേക്കുന്ന ഒരാളെ എന്നെ കരുവാക്കിയിട്ട് അവൾ കാണാൻ ചെല്ലുന്നു. എന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലം ആയിക്കഴിഞ്ഞാൽ ഞാൻ അവളെ അവൾ ലാസ്റ്റ് പറയും, അവനും പറയും, അവനും കൂടെ ഒരുമിച്ച് നിന്നിട്ട് പറയും, ഞാൻ ഇവർ രണ്ടിനെയും കൂടി നടുക്ക് എന്നിട്ട് ഞാൻ ഇവരെ സഹായിച്ചു, ഞാനാണ് കാണിച്ചെന്ന് വരെ പറഞ്ഞൊപ്പിക്കും. കാരണം ഇപ്പോഴത്തെ കാലാണ്, ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാനാകെ പെട്ട അവസ്ഥയല്ലേ. ഞാൻ പറഞ്ഞു, എന്നിട്ട് പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചു, അമ്മ ഇവളും ഇവനൊക്കെ ഇങ്ങനെ പറയാം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. മമ്മ പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട കൊച്ചെ, നീ മര്യാദയ്ക്ക് ഇങ്ങോട്ടാ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് അമ്മ പറയുന്ന ഫോണിൽ കിടന്ന് അലറുവാ, എനിക്ക് കേൾക്കുന്നില്ല എന്താ പറയുന്നതെന്ന്. അവിടെ ഒന്ന് നോക്കുന്നുണ്ടെന്ന് അപ്പൊ തന്നെ ഊഹിച്ചാ പോരെ എന്താ സംഭവം എന്ന്. എന്നിട്ട് ഞാൻ ആകെ ഇതായിട്ട് ഞാൻ പറഞ്ഞു, നീ വരുമോ വരാതിരിക്കും എന്ത് വേണം ചെയ്തോ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ഇവളുടെ ലൈനിനെ പറ്റി എന്നോട് പറയുമ്പോൾ ഭയങ്കര പുകഴ്ത്തലായിരുന്നു. അവനെ കാണാൻ നല്ല രസമാണ്, അവന് ഭയങ്കര എന്നെക്കാളും 10 അടി പൊക്കമുണ്ട്, അവൻ്റെ ചങ്കത്ത് എന്താ അവൻ്റെ കഴുത്തേ കയറി അവൾ തൂങ്ങിക്കിടക്കും. പിന്നെ എന്താ പറഞ്ഞേ, എന്താ ഇവളുടെ 6 വയസ്സിന് മൂത്തതാണ്, ഇവൾ എന്നെക്കാളും ഇളയതാണ്, അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. എൻ്റെ 2 വയസ്സിന് ഇളയതാണ്, 2 വയസ്സിന് എൻ്റെ 6 വയസ്സിന് മൂത്തതാണ് അവൻ. എന്നെ ചേട്ടനെ പോലെ ഞാൻ കണ്ടതാണ്, പക്ഷെ എനിക്ക് അവനോട് ഇഷ്ടമാണ് എന്നൊക്കെ എന്താ പറയുക,
നമുക്ക് ലൈൻ അടിക്കാൻ അറിയാത്ത പോലെ, നമുക്ക് ആരെയും കിട്ടാത്ത പോലെയൊക്കെ വന്നിട്ടാണ് നമ്മുടെ അടുത്ത് ഈ വർത്തമാനം പറയുന്നത്. എന്താ, നമ്മൾ വളരാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ ആ പണിക്ക് നിൽക്കാത്തതുകൊണ്ടല്ലേ. നമ്മുടെ ജോലി അതല്ല. എനിക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എത്തിക്കഴിഞ്ഞാലാണ് ഞാൻ എൻ്റെ കല്യാണം, ലൈനടി എന്നൊക്കെ ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കുള്ളൂ. അതിനിടയ്ക്ക് പോയിട്ട് വള്ളി പിടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്കത് ഒട്ടും ഇഷ്ടവുമല്ല. അങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തന്നെയാണ്. ഇവളിങ്ങനെയൊക്കെ വന്ന് പറയുമ്പോഴും ഇവളുടെ വീട്ടിൽ ഒരുപാട് പ്രോബ്ലംസ് ഇവൾ ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു രീതിയിലെത്തിയത്. കാരണം ഇവളുടെ വീട്ടിലേക്ക് ഇയാളെ വിളിച്ചു വരുത്തുകയും അങ്ങനെ വീട്ടിൽ ഫുൾ പ്രോബ്ലംസ് ആവുകയും നാട്ടുകാരടക്കം പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഒന്ന് ഓർത്തു നോക്ക്. അങ്ങനെയാണ് ഇയാളുമായിട്ട് ഇവള് കാണാതാവുന്നതൊക്കെ. അങ്ങനെയുള്ള ഇയാളെ ഞാൻ വഴി അവൾ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പം അതിൻ്റെ പുറകെ എനിക്ക് വരുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് ഓർത്തു നോക്ക്. ഞാൻ അവളെ കൊണ്ടുപോയിന്നല്ലേ അവളും അവനും കൂടി ഒരുമിച്ച് പറയുള്ളൂ. ഉറപ്പായിട്ട് അവരതാ പറയുള്ളൂ. എനിക്കത് അറിയായിരുന്നു. ഞാൻ പിന്നെ ഒരു നിമിഷം പോലും നിന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരു നിമിഷം പോലും നിൽക്കില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ, നമ്മൾ എവിടെയായാലും നമ്മുടെ ഒരു ന്യായം നമ്മൾ നോക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പോവാ, നീ വേണേ വന്നോ വേണ്ടേ വരണ്ട. എന്നിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് ഓടി. ഇവളും എന്നിട്ട് എൻ്റെ പുറകെ വന്നു കേട്ടോ. ഇവള് പുറകെ വരുമ്പോൾ ഇവൻ ബൈക്കും കൊണ്ട് ഞങ്ങളുടെ കൂടെ. എടി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കടി, എന്നോടാ പറയുന്നേ, ഒന്ന് കേൾക്കടി, അവളെ ഒന്ന് നിക്ക് ഇപ്പൊ ഒന്ന്. ഇവൻ എന്നാത്തിന് എന്നോട് സംസാരിക്കുന്നേ? ഇവനൊക്കെ ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവരുടെയൊക്കെ അടുത്ത് വല്ല ആയുധങ്ങളുണ്ടോ? നമ്മളെ വല്ലതും ചെയ്തിട്ട് അവളെ കൊണ്ട് പോയാലോ? പറയാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് പല രീതിക്ക് നമുക്ക് ചിന്തിക്കാം അല്ലേ. എന്നിട്ട് ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല. ദൈവത്തിനെ വിളിച്ച് മടുത്തു. എന്നിട്ട് ഞാൻ ജീവനും കൊണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് ഓടി. അവിടെ ബസ് പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഈ കൽപ്പറ്റയ്ക്ക് 24 മണിക്കൂറും ബസ്, നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ നിന്നായാലും പനമരം ആ ഒരു ഭാഗത്തേക്കൊക്കെ എപ്പോഴും ബസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ബസ്. 5 മിനിറ്റോ 3 മിനിറ്റോ കഴിയുമ്പോൾ ബസ് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. ചാടിക്കറി ബസ്സിലിരുന്നു. പിന്നെ തൊട്ട് ഇവൾ എന്നോട് മിണ്ടുന്നില്ല. മമ്മ വിളിച്ചിട്ട് എവിടെ എത്തിയെന്ന് ചോദിച്ചു എന്നോട്. മമ്മ ഞാൻ ബസ്സിലാണ്. അപ്പോഴേക്കും അവൾ ഓടുന്നുണ്ട് പറയാം, ഞാൻ മമ്മേനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നോട് എപ്പോഴും പറയുമായിരുന്നു. പിന്നെ മമ്മ പാരൻസ് മീറ്റിങ്ങിന് വരുവാണെങ്കിൽ ഇവള് മമ്മേനെ കാണുവാണെങ്കിൽ മമ്മേനെ വാവാറ്റേനെയൊക്കെ എടുത്തും ഓടിച്ചൊന്നും മിണ്ടും. അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു പൊട്ടിത്തെറിച്ച് നടക്കുന്നൊരു കുട്ടി തന്നെ പറയണം. പക്ഷെ ആ പൊട്ടിത്തെറി കുറച്ച് ഡിസിപ്ലിൻ ഇല്ലാത്ത, കുറച്ച് അളിഞ്ഞു കയറ്റം എന്നൊക്കെ ഞങ്ങൾ പറയും. അങ്ങനെ കുറച്ച് അധികമായിരുന്നു കേട്ടോ. അപ്പം ഇവള് എന്ന് പറയുമ്പോൾ എന്താ പറയുക, മമ്മേനോട് ഞാൻ സംസാരിക്കണോ, മമ്മേനോട് ഞാൻ പറയണോ, അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചു. അമ്മ പറഞ്ഞു, എനിക്ക് അവളുടെ ഫോൺ കേൾക്കണ്ട, മര്യാദയ്ക്ക് കുഞ്ഞാരെ വന്നോ നീ എന്ന് പറഞ്ഞു. നമ്മളിതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. കാരണം അമ്മ സംസാരിച്ച് അവൾ നല്ലത് കേൾക്കും. അമ്മ പറഞ്ഞു, എനിക്കല്ലെങ്കിൽ അവളോട് ഒരുന്ന് സംസാരിക്കാനില്ലാന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോള് കട്ട് ചെയ്തു. നല്ല വിശക്കുന്നുണ്ട്. ഒരു ഐസ്ക്രീമിലാണ് പിടിച്ചേക്കുന്നത്. നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം സമയം ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വേറെ നാടകങ്ങളിൽ കുറേ ഞാൻ കണ്ടായിരുന്നല്ലോ. എൻ്റെ ദൈവമേ, ഞാൻ അടിച്ച ടെൻഷൻ, അയ്യോ, അത് അനുഭവിച്ചാൽ മാത്രം അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇങ്ങനെയൊക്കെ ഓരോ വള്ളി നമുക്ക് തരിക എന്ന് പറയുന്നത് എന്താല്ലേ, അവളൊക്കെ ഒരു ഫ്രണ്ടാണോ? നീ ഈ വീഡിയോ കാണുന്നുണ്ടാവും. നീയൊക്കെ ഒരു എന്തിനു വേണ്ടിട്ട് പാവങ്ങളെങ്ങനെ എന്തിനു പറ്റിക്കാൻ നിൽക്കുന്നത്? എൻ്റെ ഭാഗത്തെ തെറ്റ്. നീ വിളിച്ചപ്പോൾ വരാൻ പാടില്ലായിരുന്നു. പക്ഷെ നമ്മൾ അറിയുന്നില്ലല്ലോ, നമുക്കിങ്ങനെ ഒരു പുറമേന്ന് നമ്മളോട് ഭയങ്കരമായിട്ട് കൂട്ടുകൂടിയിട്ട് ഉള്ളിൽ ഇങ്ങനെ ഒരു, എനിക്കറിയില്ല. അവർ നമ്മുടെ സേഫ്റ്റി അവരും കൂടി ചിന്തിക്കണമായിരുന്നു. നമ്മളെന്തെങ്കിലും വള്ളി വലിച്ചു വെക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾ ട്രാപ്പിലാക്കാൻ നോക്കരുത്. നമ്മൾ വലിച്ചു വെച്ചത് നമ്മൾ തന്നെ അനുഭവിക്കണം. അല്ലാതെ മറ്റുള്ളവരെ, ഒരു തെറ്റും ചെയ്യാത്തവരെ അതിനകത്തേക്ക് പിടിച്ച് വലിച്ചിട്ടാൽ എന്താ അവസ്ഥ അല്ലേ. എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു. ഇവള് പിന്നെ എന്നോട് അധികം ഒന്നും മിണ്ടുന്നില്ല. ഞാനും പിന്നെ മിണ്ടാൻ നിന്നില്ല. ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയായിരുന്നു അവിടുന്ന്, സ്റ്റാൻഡിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയായിരുന്നു. കാരണം വേർത്ത് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ബസ് സ്റ്റാൻഡിലെത്തി. പനമരത്ത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. വിശക്കുമല്ലേ. അങ്ങനെ പറഞ്ഞു, നേടാ നമുക്കിന്നൊരു അവിൽ മിൽക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. നമ്മളെന്തായാലും ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള പൈസ എടുത്തിട്ട് പിന്നെ ഇതാക്കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് അവിൽ മിൽക്ക്, അവിടെ നിന്നൊരു കടയിൽ നിന്ന് അവിൽ മിൽക്ക് കഴിച്ചു. അങ്ങനെ ഇവളുടെ പൈസ ഉണ്ട്, തികഞ്ഞില്ല. അവിൽ മിൽക്ക് കഴിച്ചതിൻ്റെ പൈസ ഇവൾക്ക് തികഞ്ഞില്ല. എന്നിട്ട് ഞാനാണ് പൈസ പേ ചെയ്തത്. എന്നിട്ട് ഇവള് സത്യം പറഞ്ഞാൽ എന്താ പറയുക, ടിക്കറ്റിനുള്ള പൈസയും ഫുഡിനുള്ള പൈസ എടുത്തെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്താ പറയുക, അത് പോട്ടെ. അങ്ങനെ അവള് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, മമ്മേ ഞാൻ ബസ് കയറാൻ നിൽക്കുക, ഞാൻ ഇപ്പോൾ വരും. കാരണം 1/2 മണിക്കൂർ വേണം നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. പിന്നെ ഇവിടെ വന്ന് പിന്നെ നടന്ന് വീട്ടിലെത്തി.
വീട്ടിലെത്തി കഴിഞ്ഞ പാടെ എനിക്ക് കേൾക്കാത്തതൊന്നുമില്ല, ഫോണിൽ കേട്ടത് എൻ്റെ ഇരട്ടി കേട്ടു, നല്ല വഴക്ക് കേട്ടു. അയ്യോ എനിക്ക് അറിയത്തില്ല എന്താ പറയണ്ടേന്ന്. എന്നിട്ട് ഞാനങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ അവനോട് പറഞ്ഞു, എടാ ഇങ്ങനൊരു പണി അവളെനിക്ക് തന്നടാ, എന്താ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, നിന്നോട് ഇതൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ പോവണ്ടെന്ന് പറഞ്ഞതെന്ന് അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ നിനക്ക് കുറച്ച് മുമ്പേ നിനക്കിതൊന്നും പറയത്തില്ലായിരുന്നോ, അങ്ങനെയാണ് ഞാൻ ഒരിക്കലും അവളുടെ കൂടെ പോവില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഇതുള്ളതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്, കാരണം അവനെയൊക്കെ ഇവളെ ശരിക്കും അറിയാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയൊരു വള്ളി വരുമെന്ന് അവന് പറയാമായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ ഇത്രയും വലിയൊരു പണി എനിക്ക് തരുമെന്ന് ഒരിക്കലും അത് ഇവളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പണി തരുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഇത് ആരായിട്ടൊന്നും അങ്ങനെ ഷെയർ ചെയ്യാൻ നിന്നില്ല, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് മാത്രമേ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ദിവസം ഇത് എല്ലാവരോടും പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പേഴ്സണലി ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പം എന്താ പറയുക, അവരുടെ ഇഷ്ടമാണ്, അവരുടെ ലൈഫ് എങ്ങനെ വേണം എന്ത് വേണം എന്നൊക്കെ ഉള്ളത്, ഇത് ഓരോരുത്തരുടെയും പേഴ്സണൽ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അവരുടെ വേണ്ടാദിനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോലുള്ള പാവങ്ങളെ പിടിച്ച് കരുവാക്കി വെക്കുമ്പോഴാണ് ശരിക്കും പണി കിട്ടുക, അവർക്കല്ല. അപ്പം നമ്മളാണ് പെട്ടുപോവുക. ഇവിടെ വന്ന് അങ്ങനെ ഒരു കുന്ന് വഴക്ക് സമ്പാദിച്ച് അവർ പറഞ്ഞ എനിക്കൊന്നും പറ്റാതെ ഞാനിവിടെ എത്തിയില്ലേ, അത് വലിയ ഭാഗ്യമല്ലേ, ദൈവം എന്നെ കാത്തു. എനിക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറഞ്ഞേനെ, ഞാൻ പോയിട്ടല്ലേ. അപ്പം ആരും സമാധാനം പറയില്ല, സാക്ഷികളും ഉണ്ടാവില്ല, അവർക്ക് എന്ത് വേണമല്ലോ എന്നെ ചെയ്യാമായിരുന്നു. പിന്നെ ഇവൻ വന്നിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ ഓരോ വള്ളികൾ വരുന്നത് കണ്ടോ. ഇയാൾ എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ട എന്താവശ്യമുള്ളത്, അവൾക്ക് ഫോണില്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ അത് ശരിക്കും എനിക്കൊരു ഇറിറ്റേഷൻ അല്ലേ. ഞാനങ്ങനെ അയാളെ എല്ലാത്തിൽ നിന്നും ബ്ലോക്കാക്കി, ഗൂഗിൾ പേ നടക്കാം എല്ലാത്തിൽ നിന്നും ഞാൻ അയാളെ ഗൂഗിൾ പേയിൽ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അയാൾ. ഞാൻ അയാളെ വാട്സപ്പിൽ നിന്നും കോൾ ബ്ലോക്ക് ഒക്കെ ചെയ്ത സമയത്ത് അങ്ങനെ ഞാൻ ഗൂഗിൾ പേ നടക്കാൻ അയാളെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരു വഴിയാണ്, മിണ്ടാൻ ഒരു വഴിയും കണ്ടില്ലെങ്കിൽ മിണ്ടാൻ വരുന്ന വേറൊരു വഴിയാണ് ഈ ഗൂഗിൾ പേ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് നടക്കാൻ ഞാൻ അവനെയൊക്കെ തട്ടി അങ്ങ് തെറിപ്പിച്ചു. പിന്നെ വേറൊരു നമ്പറിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് കയറാൻ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ട ഇത് നമുക്ക് എടുക്കാൻ അറിയാത്തതുകൊണ്ടും അല്ല കേട്ടോ. എന്തായാലും ഇതേപോലൊരു പണി എനിക്ക്, കാരണം പണികൾ വരുന്ന പലതരത്തിലാണ്. ഇപ്പം അവളുടെ ടൈപ്പിന് ഇഷ്ടപ്പെട്ട് അവളുടെ കൂടെ നിന്ന് എല്ലാ ഉടായ്പകൾക്കും നിൽക്കുന്ന ഒരു ഫ്രണ്ടിനെ ആണെങ്കിൽ അവൾക്ക് ചൂസ് ചെയ്യായിരുന്നു. പക്ഷെ അവൾ വിചാരിച്ച പോലെ അല്ല, ഞാൻ ആരും വിചാരിക്കുന്ന പോലെ അല്ല ഗൈസ്. ഞാൻ എല്ലാവരും ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുമ്പോഴൊക്കെ വിചാരിക്കും, അവള് വലിയ ഗെയിമിങ്, ഇവളെന്നാ പൊട്ടിയാണോ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. നമ്മൾ മറ്റേ ഒരു ഇതുണ്ടല്ലോ, ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയില്ല, യെസ് അതേപോലെ തന്നെയാണ്. ഒരു ബുക്കിന്റെ പുറച്ചട്ടം കണ്ടിട്ട് ആ ബുക്ക് എങ്ങനെയാണെന്ന് നമ്മൾ ഒരിക്കലും വിലയിരുത്തരുത്. ഒരു മനുഷ്യനെ നമുക്ക് ഒരിക്കലും മുഴുവനായിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, കുറച്ചൊന്ന് മിണ്ടിന്ന് ഓർത്തിട്ടും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണെന്ന് ഓർത്തിട്ടും ഒരാളെന്താണെന്ന് നമുക്ക് മുഴുവനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. കുറച്ചും കൂടി അവരോട് അടുത്ത് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഒരു കാര്യം നമുക്ക് എന്താണ് അവരെന്നുള്ളത് നമുക്ക് പിടികിട്ടും. പിന്നെ ചിലർ എൻ്റെയൊക്കെ വീഡിയോസിലായാലും ചിലരുണ്ട് എക്സാക്റ്റ് ഞാൻ എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്ന് കമൻ്റ് ഇട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. എന്നെ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും അവർ വന്നിട്ട് ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ഇട്ട് ഞാൻ ഞെട്ടിട്ടുണ്ട്. എന്നെ ഇതുവരെ കാണാത്തവർ വരെ എൻ്റെ പല സ്വഭാവങ്ങളും ഒറ്റൊരു വീഡിയോയിലൂടെ ഇത്രയും കറക്റ്റായിട്ട് പറഞ്ഞു ഞാൻ ഓർത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ രീതിയിൽ നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ട്. ഈ നെഗറ്റീവ് പറയുന്നതിനൊന്നും ഒരു പൊരുളും ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ എനിക്കത് ആരെയും പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, അല്ലേ? നമുക്ക് ആരെയും ബോധിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പം ഇതൊക്കെയാണ് ഗായ്സ് ഇന്നത്തെ എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇത് ശരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കത് ചെറുതായിരിക്കും, പക്ഷെ എനിക്ക് ചെറുതല്ല കേട്ടോ. മോസ്റ്റാണ് ഗായ്സ്. കാരണം ഇങ്ങനൊരു പണി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആരും തന്നിട്ടില്ല. എൻ്റെ ക്ലോസ് ഫ്രണ്ടായ ഒരുത്തിനോട് ഞാൻ പറഞ്ഞു, അവളെന്നെ വഴക്ക് പറഞ്ഞു, നീ പോയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറേ വഴക്ക് കിട്ടും, നിനക്ക് എപ്പോഴും അല്ലെങ്കിലും അവളോട് ഭയങ്കര മിണ്ടലായിരുന്നു, ഇൻ്റർവെല്ലിനൊക്കെ എൻ്റെ അടുത്ത് നീ ഓടിപ്പോക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവൾ കുറച്ച് പൊസസീവ്നെസ് ഉള്ള ഒരു ഫ്രണ്ടായിരുന്നു. കാരണം അവളുടെ കൂടെ എപ്പോഴും ഞാൻ വേണം, ഫുഡ് കഴിക്കുമ്പോൾ എഴുതുമ്പോൾ പഠിക്കുമ്പോഴൊക്കെ ഞാൻ കൂടെ വേണം എന്നുള്ള അങ്ങനൊരു ടൈപ്പുള്ള ഒരു ഫ്രണ്ടായിരുന്നു അവൾ. അപ്പോൾ അവളെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പറഞ്ഞതായിരുന്നു ശരി, സോറി എന്ന് പറഞ്ഞു. അങ്ങനെ
എന്താ പറയുക, പിറ്റേ ദിവസം അങ്ങനെ നമ്മളങ്ങനെ ക്ലാസ്സിലേക്ക് ചെന്നു. ക്ലാസ് ചെന്നപ്പം എനിക്ക് ഇവളോട് എങ്ങനെ പെരുമാറണം, ഇവളോട് എങ്ങനെ മിണ്ടണം, നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോൾ എന്താ എനിക്കറിയില്ല. പിന്നെ ഞാനൊരു പേഴ്സണലി ഒരു ദേഷ്യം വെച്ചുകൊണ്ടിരുന്നൊന്നുമില്ല. സ്കൂളിൽ പോയ സമയത്ത് ഇവളുണ്ട് സാധാരണ എന്നെ കാണുമ്പോൾ ഓടി വന്ന് ചിരിച്ചുകൊണ്ടൊക്കെ മിണ്ടുമായിരുന്നു. നോക്കുമ്പോൾ ഉണ്ട് ഇവളവിടെ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. എങ്കിലും ഞാൻ തിരിച്ചൊരു പുഞ്ചിരി ഞാൻ കൊടുത്തു. ഉള്ളിലൊരു ദേഷ്യമൊന്നും ആക്കിയിട്ട് ഞാൻ ഇരുന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് ഉള്ളിൽ നല്ല വിഷമമുണ്ട്. അവളുടെ കാര്യത്തിൽ ഇങ്ങനെ ചീവീടുകളല്ല എനിക്ക് വേറെ സംസാരിക്കുന്നത്, കുഴപ്പമില്ല. എന്നെ ഇങ്ങനെ ഒരു കാര്യത്തിൽ അവൾ കരുവാക്കിയിട്ട് യൂസ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്നോടൊന്നും ഒരു വാക്ക് പറയാതെ വരെ സത്യം പറഞ്ഞാൽ അവളുടെ വീട്ടിൽ നിന്ന് അവൾക്ക് പുറത്ത് ചാടാൻ കിട്ടിയൊരു ചാൻസാണത്. കാരണം അവളും അവനുമായിട്ടുള്ളൊരു വീട്ടുകാരും ഒക്കെ ആയിട്ട് ഇപ്പം അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം എൻ്റെ കൂടെ വരുവാന്നുള്ള രീതിയിൽ വ്യാജേന വന്നിട്ട് എൻ്റെ കൂടെ വരുവാണല്ലോ ശരിക്കും, അല്ലെങ്കിൽ അല്ലേ, എന്നിട്ട് അയാളെ വിളിച്ച് വരുത്തി കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാമെന്നാണ് അവൾ ഓർത്തത്. അങ്ങനെ അവൾ ചെയ്യുകയും ചെയ്തു. അവരുടെ പ്രോബ്ലം കൺവിൻസായി. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഇത് +2 ലാസ്റ്റാണ് ഇത് സംഭവിക്കുന്നത്. ഞാനങ്ങനെ അവളോട് പിന്നെ അധികം മിണ്ടാനൊന്നും ഞാൻ നിന്നിട്ടില്ല. എന്നെ കാണുമ്പോൾ ചിരിച്ചിട്ട് എന്തൊക്കെയോ ചോദിക്കും. എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം സ്ഥലം വിടും. അധികം മിണ്ടാൻ നിന്നിട്ടില്ല. ഇതെൻ്റെ കൂട്ടുകാരി തന്നെ ഇത് കാണുവാണെങ്കിൽ അവൾ വന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞിട്ട് എന്നെ അവളുടെ അടുത്ത് വലിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഈ ഒരു കാര്യം ഞാൻ എന്തെങ്കിലും എല്ലാവരോടും പറയണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇത് അത്രയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു കാര്യം തന്നെ. ഇത് ശീലമുള്ളവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് സെൻസിൽ എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും അവർ രണ്ടും കൂടി വെൽ പ്ലാൻഡ് ആയിട്ട് എന്നെ ഇങ്ങനെ ഇതാക്കണ്ടായിരുന്നു. ഭാഗ്യത്തിന് ദൈവം സഹായിച്ച് എൻ്റെ അമ്മയും അമ്മച്ചീൻ്റെയും പങ്കൻ്റെയും വാവാറ്റിൻ്റെ ഒക്കെ പ്രാർത്ഥന കാരണം എനിക്കൊന്നും സംഭവിച്ചില്ല. അത് വലിയൊരു കാര്യമാണ്. ഒരാൾ കാരണം എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കുമായിരുന്നു. സമാധാനം പറയാൻ ഒരാളും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എൻ്റെ തെറ്റ് കാരണം ഞാൻ പോയി എന്നെ കുറ്റം വെക്കും എല്ലാവരും. കാരണം ഇപ്പോഴത്തെ കാലമാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ദൈവം സഹായിച്ച് എന്നെ ഒരു ട്രാപ്പിലേക്ക് കാര്യം എനിക്ക് അവിടെ സംഭവിക്കണം എന്നുണ്ടായിരിക്കും എൻ്റെ വിധിയിൽ. പക്ഷെ അതിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു. ദൈവത്തിനോട് ഒരിക്കലും എനിക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം എന്താ പറയുക, ഈ ഒരു അവസ്ഥ എല്ലാവരും അറിയണമെന്ന് തോന്നി അല്ലേ. നമ്മുടെ കൂടെ നിന്നിട്ട്, നമ്മുടെ നല്ലൊരു കൂട്ടുകാരിയായി നിന്നിട്ട്, അല്ലെ കൂട്ടുകാരനായി നിന്നിട്ട് നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ ചതിക്കാന്ന് പറയുന്നത് ഭയങ്കര ടെറിബിളായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഇതാണ് ഗായ്സ് എൻ്റെ ഇന്നത്തെ മോസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത്. ഗായ്സ്, അപ്പം എൻ്റെ ഇന്നത്തെ ഒരു അനുഭവം നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഓരോ ആൾക്കാർ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഗായ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്താ പറയുക, അവളിപ്പോൾ ഈ വീഡിയോ കാണുവാണെങ്കിലും എടാ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് നീ എന്നെ ചതിച്ചതിൽ. പക്ഷേ എന്താ പറയുക, എനിക്കെന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ ആരും സമാധാനം പറയില്ലായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതേ അനുഭവം നിനക്കും വന്നാലാണ് നീയും ഞാൻ അനുഭവിച്ച എന്ത് വേദന എന്ന് മനസ്സിലാവുള്ളൂ. നമ്മൾ പറയും കർമ്മ എന്നൊക്കെ പറയൂലേ. അപ്പം കർമ്മയിൽ വിശ്വസിക്കുന്നവരങ്ങനെ പിന്നെ തെറ്റ് ചെയ്താൽ ശിക്ഷ എന്തായാലും അനുഭവിക്കൂലേ. അപ്പോൾ ഈ എനിക്ക് കിട്ടിയ അനുഭവം ഇവക്കും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ. നല്ല ചതിയാണ് എനിക്കിട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം അവളൊരു കൂസലില്ലാതെ ചിരിച്ചുകൊണ്ട് വരിക ചെയ്ത്. എന്നിട്ട് ഞാനായിരുന്നു അവിടെ വിഷമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താ പറയുക, അവളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നൈസിൽ ഞാനങ്ങ് മുഴുവനായിട്ട് ഞാൻ കട്ടിയൊന്നും ചെയ്തിട്ടില്ല. നൈസിലായിട്ട് അതങ്ങ് അതിൻ്റെ ഒരു മൂർച്ച കുറച്ചു. നമ്മൾ അല്ലെങ്കിൽ ഈ ഭയങ്കരമായിട്ട് അടുക്കുന്നവരുണ്ടല്ലോ, എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച പാടാണ്. ഒരാളോട് നമ്മൾ എൻ്റെ അനുഭവമായിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ല അതെന്താ എനിക്ക് മാത്രമാണോ അങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരാളോട് ഭയങ്കരമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ, അതിപ്പോൾ എൻ്റെ ഫാമിലി അല്ല കേട്ടോ, ഞങ്ങളല്ല, ഭയങ്കരമായിട്ട് പുറമേ ഉള്ളൊരു ഫ്രണ്ടിനോടായാലും ഒരാളോട് ഞാൻ ഭയങ്കരമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ ഇവൻ നല്ലതാണല്ലോ, ഇവൻ കൊള്ളാം, അല്ലെങ്കിൽ ഇവള് നല്ലതാണല്ലോ, ഇവള് കൊള്ളാം, ഇവളിന്നെ ചതിക്കില്ലായിരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ച് അവളെ എൻ്റെ കൂടെ അവനെ എൻ്റെ കൂടെ ഞാൻ
കൂട്ടാമെന്ന് ഓർക്കുമ്പോഴേക്കും അവരെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കഴിയുമ്പോഴേക്കും എന്നോട് വിശ്വാസവഞ്ചന ചെയ്യും. കാരണം അവർ ചതി വേറെ വഴിക്ക് എനിക്ക് തരും. അത് എനിക്ക് ഇന്ന് വരെ എന്നെ അത്രയും ഞാൻ വിശ്വസിച്ച് കൂടെ നിന്നവര് ഇതുവരെ എന്നെ ചതിച്ചിട്ടുള്ളൂ. ഇതുവരെ എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. ഉറപ്പാ, അതെനിക്ക് അനുഭവമാണ്. അതെന്തുകൊണ്ടാണ് അവരെ പുകഴ്ത്തി പറയുന്നതുകൊണ്ടാണോ? അവർ ഞാൻ കൂടുതലായിട്ട് വിശ്വസിച്ചതല്ലേ എൻ്റെ തെറ്റ്? അതെ. അപ്പം ഞാൻ മനസ്സിലാക്കി, ഈ ലോകത്തിലുള്ള ഓരോരുത്തരെയും ഞാൻ വിശ്വസിക്കില്ല. ഇപ്പം നമുക്ക് കണ്ണിന് കണ്ട കാര്യം പോലും, ഇപ്പം മാജിക്ക് നോക്കും, നമ്മുടെ കൺമുമ്പിൽ നിന്നാണ് അവർ ഓരോ ട്രിക്കുകൾ കാണിക്കുന്നത്. നമ്മൾ പറയില്ലേ ഇതെങ്ങനെ കാണിച്ചു, അതുവരെ നമ്മൾ വിശ്വസിക്കുക അല്ലേ? അപ്പൊ കണ്ണ് പോലും സത്യമല്ല, അതല്ലേ എൻ്റെ അർത്ഥം? അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ട കാര്യം പോലും വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് കേട്ട കാര്യം ഒക്കെ അതുപോലെ തന്നെ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളായാലും നമ്മൾ വിശ്വസിക്കുക? ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. നല്ലവരുണ്ട്, ചീത്തവര് മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം എന്തായാലും എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ പഠിച്ചൊരു പാഠാണ് ഓരോരുത്തരെയും വിശ്വസിക്കരുതെന്നുള്ള കാര്യം. എങ്കിലും അറിയത്തില്ല എൻ്റെ സത്യസന്ധത കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ ഇങ്ങനെയൊക്കെ പാഠം പഠിച്ചാലും എനിക്ക് ഞാനാവതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നെപ്പോലെയാണ് എല്ലാവരും എന്ന് കരുതിയിട്ട് എല്ലാവരും ഞാനങ്ങ് വിശ്വസിച്ച് പോകും. പക്ഷെ അവരുടെ പാവമായിട്ടുള്ള മുഖംമൂടിയൊക്കെ വരെ അഴിച്ചു മാറ്റിയിട്ട് ചെന്നായി ആവുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട്. നമ്മളവർക്ക് ഒരു അവരങ്ങനെയാ, നമുക്ക് ഓരോ നിഗമനങ്ങളുണ്ടാവുമല്ലോ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നവരൊന്നും അല്ല ആരും എന്ന് പറഞ്ഞാൽ ഒരുത്തരും. കാരണം എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ മാറുന്നത്. ഞാൻ ഓർക്കും, എന്നെപ്പോലെ നല്ലൊരു ഫ്രണ്ടിനെ ഇവർക്കൊക്കെ കിട്ടിയിട്ട് ഇവരൊക്കെ എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്യുന്നത് ഞാൻ ഓർത്തിട്ടുണ്ട്. കാരണം ഞാൻ പറയല, എന്നെപ്പോലെ നല്ലൊരു ഫ്രണ്ടിനെ ആർക്കും കിട്ടില്ല. അത് ഇത്രയ്ക്ക് ഉറപ്പ് പറയുകയാണെങ്കിൽ എന്താ പറയുക, എനിക്കറിയാം എൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തരെ പറ്റി നല്ല 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 കാര്യങ്ങളായിരിക്കും പറയാം. ഇപ്പം നമ്മൾ പറയുന്നതിൽ 100% ന്യായമുണ്ട്. ആ ന്യായങ്ങൾ നമ്മുടെ എതിരെ നിൽക്കുന്നവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്താക്കും, പിന്നെ അവർ നമുക്കിട്ട് പണി തരാൻ തുടങ്ങും, പാര പണിയാൻ തുടങ്ങും. അങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യും. അല്ലാതെ അവരെന്നെ ഡ്രോപ്പ് ചെയ്തല്ല, ഞാൻ പലരെയും എൻ്റെ ലൈഫിൽ നിന്ന് ഞാനാണ് ഒഴിവാക്കിയത്. കാരണം നമുക്ക് പണി തരുന്നവരോട് നമ്മൾക്ക് മിണ്ടാൻ കഴിയും? ഒരിക്കലും മിണ്ടാൻ കഴിയില്ല. അപ്പം എൻ്റെ ലൈഫിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ ഏകദേശം സ്കൂൾ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിച്ചത് എൻ്റെ സ്കൂൾ ലൈഫിലാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഗായ്സൊക്കെ ചോദിച്ചിട്ടുണ്ട്, സ്കൂൾ ലൈഫിലെ അനുഭവം, ഒറ്റയ്ക്കായ സ്റ്റോറിയൊക്കെ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ പറയണമെന്ന് ഓർക്കുന്ന സമയത്തൊന്നും പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാനത് എല്ലാം അറിയിക്കുന്നതാണ്. അപ്പോൾ സ്കൂൾ ലൈഫിൽ എന്നെ ഒറ്റപ്പെടുത്തി ഒരുപാട് വേദനകൾ തന്ന ഒരുപാട് മുതുകാലന്മാരുണ്ട്. അവരെ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, അവരെ നല്ല തെറി കൂട്ടി പറയണം. പക്ഷേ എൻ്റെ മാന്യതയ്ക്ക് അവരെ ഒന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് പേരെന്നെ എന്നും കരയിച്ച ഇഷ്ടം പോലെ പേരുണ്ട് എൻ്റെ സ്കൂൾ ലൈഫിലാണ്. അവരൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല, ഒരിക്കലും. അപ്പോൾ അവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വഴിയേ ഞാൻ പറയുന്നതാണ്. അവരൊക്കെ ഈ വീഡിയോ ഒന്ന് കാണുമെന്ന് എനിക്കറിയാം. പേഴ്സണലി ഞാൻ ആരെയും ഇതാക്കുന്നില്ല, അവരുടെ പേരൊന്നും പേര് പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ആരുടെയും പേരൊന്നും ഞാൻ എന്തായാലും പറയുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയിലൂടെ കാണാം. അറിയില്ല ഇനി ഇപ്പം എന്ത് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഓരോ അനുഭവങ്ങൾ പറയണോ അല്ലെങ്കിൽ വ്ളോഗ് വേണോ എന്നൊക്കെ നിങ്ങൾ ഇനി കമൻ്റ് ഇട്. അതിൻ്റെ ഇതിൽ ഞാൻ എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പിടിച്ചിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സൂപ്പർ കൂൾ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ലവ് യു സോ മച്ച്. ഓക്കെ.